പാടില്ല പാടില്ല എന്ന് പറയുന്നതിന് പകരം എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറയാം. ഉദാഹരണമായിട്ട് കുട്ടി യൂട്യൂബ് കാണുകയാണ്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, ഒരു പ്രാവശ്യം യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ എത്ര സമയം കാണണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം 20 മിനിറ്റാണ് നോക്കുക. ഈ പ്രാവശ്യം നിനക്ക് 20 മിനിറ്റാണ് യൂട്യൂബ് കാണാനുള്ളത്. അപ്പോൾ 20 മിനിറ്റ് ആവുമ്പോൾ നീ അത് നിർത്തി ഫോൺ ഓഫ് ചെയ്ത് നീ ഇവിടെ കൊണ്ടുവന്ന് തരണം എന്ന് പറയുക. സ്വാഭാവികമായിട്ട് 20 മിനിറ്റ് ആകുമ്പോൾ നിർത്തുമോ? നിർത്തുകയില്ല. കറക്റ്റാണ്, നിർത്തില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അവനോട് പറയണം, 18 മിനിറ്റ് ആകുമ്പോഴത്തേനും അവനോട് പറയണം, ഇനി എനിക്ക് 2 മിനിറ്റ് കൂടിയാണുള്ളത് മോനെ എന്ന് പറയണം. 20 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ പറയണം, ഇനി നിൻ്റെ സമയം അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ അവൻ എന്ത് പറയും? ഒരു 2 മിനിറ്റ് കൂടി, ഇതൊന്ന് പൂർത്തിയാക്കട്ടെ. അപ്പോൾ അവന് 2 മിനിറ്റ് കൊടുത്തിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ അവനത് വാങ്ങി വെക്കും. ഇങ്ങനെ തുടർച്ചയായി കുറച്ച് ദിവസം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവന് മനസ്സിലാവും 20 മിനിറ്റ് കഴിഞ്ഞാൽ അവർ മാറ്റി വെക്കണം. ഇങ്ങനെ നമ്മൾ പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതേ ഇതിന് മാർഗമുള്ളൂ.